മകരം രാശിക്കാരും മകരത്തില് രാശിക്കൂറിലുള്ള നക്ഷത്രങ്ങളെ ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് 7ാം ശനിയൊക്കെ കഴിഞ്ഞു 3ലെ ശനി നിൽക്കുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ് 3ാം ഭാവത്തിൽ മുടി വെച്ച് വാഴുന്നു. എല്ലാ പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം. ഇവിടെ ഈ രാഹു 2ലാണ്. രാഹു നമുക്ക് ധനത്തെ തരുന്നുണ്ട്, ശനീശ്വരൻ്റെ അതേ ഗുണമുള്ളത് കൊണ്ട്. പക്ഷെ എത്ര ഗുണം തന്നാലും വാക്കുകളെ വളരെയധികം അവിടെ ശ്രദ്ധിക്കണം. നമുക്ക് അഹങ്കാരം വരുന്നൊരു സമയമാണ് 2ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ. അഹങ്കാരം വരും, നമുക്കത് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷകൾ വരും, എന്നത് തുടങ്ങുമ്പോഴേക്കും നമ്മൾ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ വരും. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ മാറ്റണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അഷ്ടമത്തിലാണ് കേതു. ഈ അഷ്ടമത്തിൽ കേതു വരുന്നത് ഉദരമാണ്, നമ്മുടെ രാശി സ്വരൂപത്തിൻ്റെ ഉദരമാണ് കേതു. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഗർഭാശയമായിട്ടുള്ള മുഴകളോ അങ്ങനെയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ യൂറിനിലെ രോഗങ്ങൾ, അങ്ങനെയുള്ള ഉദരസംബന്ധമായ രോഗങ്ങളെയൊക്കെയാണ് നമ്മുടെ ഈ കേതുവിനെ പറയുന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ച് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്നൊരു സർജറി ഒന്നും അല്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ ഇവിടെ 6ൽ വ്യാഴം മറഞ്ഞുപോയി ഈ മകരക്കൂറുകാരിക്ക്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നല്ലപടി പ്രാർത്ഥിക്കുക. സാമ്പത്തികമൊന്നും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ വ്യാഴമില്ല. വ്യാഴം എപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതായത് എന്നും സഹസ്രനാമം ചൊല്ലുക, ഭാഗവത് സപ്താഹങ്ങൾ കേൾക്കുക, ഭാരതം വായിക്കുക, മഹാഭാരതം നമ്മുടെ വീട്ടിൽ വായിക്കുക. അത് പിന്നെ സമയത്ത് മാത്രമേ വായിക്കുള്ളൂ എന്നൊന്നുമില്ല. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുള്ളൂ എന്ന് പറയണ പോലെയല്ല, ഇതെല്ലാതും എല്ലാ ദിവസങ്ങളും നമുക്ക് വായിക്കാം. അപ്പോൾ ഈ വ്യാഴമൊക്കെ മറിഞ്ഞിരിക്കുന്ന രാശികളുള്ള സമയത്തൊക്കെ നമുക്ക് മഹാഭാരതം വായിക്കാം, സപ്താഹം വായിക്കുക, അതൊക്കെ ചെയ്യാം. പിന്നെ അഷ്ടമത്തിൽ കേതു ഉള്ളത് കൊണ്ട് ദേവിയെ നന്നായി ഭജിക്കുക. എന്താ വെച്ചാൽ കേതു ദേവിയുടെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. കുജവത് കേതു എന്നാ പറയാം. അപ്പോൾ ചൊവ്വയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിത്യമായിട്ട് നമുക്ക് ആരാധിക്കുക, സഹസ്രനാമം ചൊല്ലുക. അതൊരു നിഷ്ഠയോടു കൂടി ചെയ്യുക. നമ്മുടെ എല്ലാ വീടുകളും, ഹിന്ദു വീടുകളിലും നിലവിളക്ക് വെച്ച് നമ്മുടെ മക്കളെ വിളിച്ച് മഹാലക്ഷ്മിയുടെ അഷ്ടകം ജപിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. സ്വസ്ത്രങ്ങൾ ജപിക്കാനൊക്കെ അമ്മമാർ ഇവരെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ നമുക്ക് വരും. നമുക്ക് ജീവിതത്തിൽ കുറേ ദുരിതങ്ങൾ ഉണ്ടാവും. നമ്മുടെ രാശി, നമുക്ക് 12 രാശിയാണെങ്കിലും ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരും. അത് നമുക്ക് പ്രാർത്ഥനയിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. അതാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഉള്ളൊരു സമയം നല്ലതാണ്. അതിൽ ഈ രോഗാവസ്ഥ മാത്രമാണ് നമുക്ക് ഇത്തിരി പ്രശ്നം. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാവും. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാണ് ഈ മകരം രാശിക്കാരെ സംബന്ധിച്ച് ചെയ്യേണ്ടത്.